നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇറാനുമായി നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ കരാറിലേക്കെത്താൻ ഇറാൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിലും നിലവിലെ നിബന്ധനകൾ തനിക്ക് തൃപ്തികരമല്ലാത്തതിനാൽ ഉടൻ കരാർ ചെയ്യാൻ താൽപര്യമില്ലെന്ന് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. NBCക്ക് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം പരസ്യമായി വെളിപ്പെടുത്തിയത്. ഇറാനിലെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർബീം ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നതായി അദ്ദേഹം അവകാശപ്പെട്ടു. ആവശ്യമെങ്കിൽ വീണ്ടും അവിടെ ആക്രമണം നടത്താമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിനിടെ ഇറാഖിലെ അമേരിക്കൻ എംബസിയിലേക്ക് ശനിയാഴ്ച മിസൈൽ ആക്രമണം നടന്നതിനെ തുടർന്ന് അവിടെ താമസിക്കുന്ന അമേരിക്കൻ പൌരന്മാർ ഉടൻ രാജ്യം വിടണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഒമാനിൽ പ്രവർത്തിക്കുന്ന അത്യാവശ്യ സേവനങ്ങളിലല്ലാത്ത അമേരിക്കൻ സർക്കാർ ജീവനക്കാരോട് രാജ്യം വിടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ ലോകത്തിലെ പ്രധാന എണ്ണ ഗതാഗത പാതയായ സ്ട്രെയിറ്റ്സ് ഓഫ് ഹോർമുസ് സുരക്ഷിതമാക്കാൻ വിവിധ രാജ്യങ്ങൾ സഹായിക്കണമെന്ന് ട്രംപ് വീണ്ടും ആവശ്യപ്പെട്ടു. മേഖലയിലെ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ വിവിധ മാർഗങ്ങൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് UK സർക്കാർ അറിയിച്ചു. ഇംഗ്ലണ്ടിൽ അനധികൃതമായി മാലിന്യം തള്ളുന്ന കേസുകൾ നിയന്ത്രിക്കാൻ പരിസ്ഥിതി ഉദ്യോഗസ്ഥർക്ക് പോലീസിനുള്ള അധികാരം നൽകാനുള്ള പദ്ധതിയുമായി സർക്കാർ. പുതിയ നിയമപ്രകാരം എൻവയോൺമെന്റ് ഏജൻസി ഉദ്യോഗസ്ഥർക്ക് വാറണ്ട് ഇല്ലാതെ ചില സ്ഥലങ്ങളിൽ പരിശോധന നടത്താനും സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും കുറ്റകൃത്യത്തിൽ സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാനും അധികാരം നൽകുന്നതാണ് പരിഗണിക്കുന്നത്. നിലവിൽ പരിസ്ഥിതി ഏജൻസികൾക്ക് കേസുകൾ കോടതിയിൽ എത്തിക്കാനുള്ള അധികാരം ഉണ്ടെങ്കിലും കൂടുതൽ ശക്തമായ നടപടികൾക്ക് പുതിയ അധികാരങ്ങൾ ആവശ്യമാണെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എൻവയോൺമെന്റ് ഏജൻസി 1000-ലധികം അനധികൃത മാലിന്യങ്ങൾ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുകയും 10ഓളം പേരെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1990 പ്രകാരം ഫ്ലൈ ടിപ്പിംഗ് ഒരു ക്രിമിനൽ കുറ്റമാണ്. പുതിയ നിയമപ്രകാരം മാലിന്യം അനധികൃതമായി കൈകാര്യം ചെയ്യുന്നവർക്ക് പരമാവധി 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാം. അമേരിക്കയെ ആശ്രയിക്കാതെ സ്വതന്ത്ര ആണവ പ്രതിരോധ സംവിധാനം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട എഡ് ഡേവിഡ് രംഗത്തെത്തി. ഇന്ന് ന്യൂയോർക്ക് നഗരത്തിൽ നടക്കുന്ന ലിബറൽ ഡെമോക്രാറ്റ്സ് പാർട്ടിയുടെ സ്പ്രിംഗ് കോൺഫറൻസിൽ പ്രസംഗിക്കാനിരിക്കെയാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ബ്രിട്ടന്റെ ആണവ ആയുധങ്ങൾ ബ്രിട്ടനാണ് നിയന്ത്രിക്കുന്നതെങ്കിലും അവ പ്രയോഗിക്കാൻ ഉപയോഗിക്കുന്ന ട്രഡന്റ് മിസൈലുകൾ അമേരിക്ക നൽകുകയും പരിപാലിക്കുകയും ചെയ്യുന്നവയാണ്. അതിനാൽ സുരക്ഷാ കാര്യങ്ങളിൽ അമേരിക്കയെ ആശ്രയിക്കുന്നത് വലിയ അപകടമാണെന്ന് ഡേവിഡ് വ്യക്തമാക്കി. അതേസമയം ബ്രിട്ടൻ അമേരിക്ക ബന്ധം ദീർഘകാലമായി ശക്തമാണെന്നും നാറ്റോയുടെ സുരക്ഷയിൽ ബ്രിട്ടൻ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും സർക്കാർ പ്രതികരിച്ചു. ആണവായുധം വികസിപ്പിച്ച ലോകത്തിലെ 3ാമത്തെ രാജ്യമാണ് ബ്രിട്ടൻ. 1960കളിൽ മുതൽ അമേരിക്കയുമായി സഹകരണം കരാറിന്റെ ഭാഗമായി അമേരിക്ക നിർമ്മിച്ച മിസൈലുകൾ ഘടിപ്പിച്ച സബ്മറീനുകൾ ഉപയോഗിച്ചാണ് ബ്രിട്ടൻ ആണവ പ്രതിരോധ സംവിധാനം നിലവിൽ നിലനിർത്തുന്നത്. സെൻട്രൽ ലണ്ടനിൽ 18 ദിവസമുള്ള പെൺകുഞ്ഞ് ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ച സംഭവത്തിൽ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച രാവിലെ ഹോസഫെറി റോഡ് പ്രദേശത്തെ ഒരു താമസ കെട്ടിടത്തിൽ നിന്ന് കുഞ്ഞ് വീണെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പിന്നീട് മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് 43 വയസ്സുള്ള ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തതായും അധികൃതർ വ്യക്തമാക്കി. സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. നടൻ ജോൺ ആൽഫ്രഡ് ജയിലിൽ വെച്ച് അന്തരിച്ചു. 54 വയസ്സായിരുന്നു. 2 കൌമാരക്കാരായ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. ഇംഗ്ലണ്ടിലെ നോർഫോക്ക് കൌണ്ടിയിലെ HMP ബ്യൂറോ ജയിലിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആൽഫ്രഡിന്റെ യഥാർത്ഥ പേര് ജോൺ ഷാനൺ എന്നാണ്. തടവിൽ നടന്ന മരണത്തെക്കുറിച്ച് പതിവ് നടപടി പ്രകാരം ഉണ്ടാകുന്ന അന്വേഷണം നടത്തുമെന്ന് പ്രിസൺസ് ആൻഡ് പ്രൊബേഷൻ ഓംബുഡ്സ്മാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 1985-ൽ ഗ്രാൻഡ് ഹിൽ എന്ന പ്രശസ്തമായ BBC-യുടെ കുട്ടികളുടെ പരിപാടിയിലൂടെയാണ് ജോൺ ആൽഫോർഡ് അഭിനയരംഗത്ത് ശ്രദ്ധ നേടുന്നത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ തുടർച്ച ഉറപ്പാക്കുന്നതിനായി പ്രവാസ ലോകത്തു നിന്നുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി LDF UK യൂറോപ്പ് ഔദ്യോഗിക ഉദ്ഘാടനം ഇന്നലെ നടന്നു. മുൻ ധനമന്ത്രിയും CPIM നേതാവുമായ ഡോക്ടർ TM തോമസ് ഐസക്, ജലവിഭവ മന്ത്രി
ശ്രീ റോഷി അഗസ്റ്റിൻ എന്നിവർ ചടങ്ങിൽ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. CPM സാർവദേശീയ ഘടകമായ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിറ്റ്സ്, പ്രവാസി കേരള കോൺഗ്രസ്, കൈരളി UK, ക്രാന്തി അയർലൻഡ്, ഇന്ത്യൻ വർക്കേഴ്സ് അസോസിയേഷൻ, സംസ്കാര ജർമ്മനി, യുവതാര മാൾട്ട, KPFC സ്വിറ്റ്സർലാൻഡ്, രക്തപുഷ്പങ്ങൾ ഇറ്റലി തുടങ്ങിയ സംഘടനകൾ ഒത്തുചേർന്നാണ് LDF UK യൂറോപ്പ് രൂപീകരിച്ചത്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഗമം ക്രോയിഡൻ പൊളാർഡ്സ് ഹില്ലിലെ ന്യൂ ഹൊറൈസൺ സെന്ററിൽ നടന്നു. സ്വീഡനിലെ ഇന്ത്യൻ എംബസിയിലെ പ്രോട്ടോകോൾ ഓഫീസറും പ്രമുഖ ഇന്ത്യൻ സംഗീതജ്ഞനുമായ റാണ പ്രതാപ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൂടാതെ ഷെയ്ഖ് ഇസ്മയിൽ നൂറാനി, റവറൻ പ്രകാശ് തങ്കച്ചൻ, K ശിവകുമാര ശർമ്മ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. നോമ്പുതുറയുടെ ആത്മീയതയ്ക്കൊപ്പം മനുഷ്യ സ്നേഹവും മതസൗഹാർദ്ദവും സാമൂഹിക ഐക്യവും കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള അവസരമായി ഈ സംഗമം മാറുകയായിരുന്നു. സ്നേഹവും സഹകരണവും പരസ്പര ബഹുമാനവും നിറഞ്ഞ സമൂഹ നിർമ്മാണത്തിന് ഇത്തരം കൂട്ടായ്മകൾ പ്രചോദനമാകട്ടെ എന്ന സംഘാടകരായ ബേബിക്കുട്ടി ജോർജ്, അപ്പ ഗഫൂർ, അഷ്റഫ് അബ്ദുള്ള, വിൻസെന്റ് ജോർജ്, ജോർജ് ജോസഫ്, അനൂപ് ശശി എന്നിവർ പറഞ്ഞു. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് വൈകിട്ട് 4-ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചു. വാർത്താ സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും. പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള നടപടികൾ എല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള അർദ്ധസൈനിക സേന വിന്യാസം അടക്കം വിഷയങ്ങളിലും കമ്മീഷൻ കേന്ദ്രവുമായി ചർച്ച നടത്തി. മെയ് 5-ന് മുമ്പ് വോട്ടെണ്ണൽ പൂർത്തിയാക്കുന്ന തരത്തിലാകും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷെഡ്യൂൾ തയ്യാറാക്കുക. കേരളത്തിൽ വിഷു അടക്കം ഉത്സവങ്ങൾ കൂടി കണക്കിലെടുത്താകും തീരുമാനമെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പോരിനിറങ്ങാൻ പാർട്ടികൾ. തീയതി പ്രഖ്യാപിച്ച ഉടൻ ഇന്ന് തന്നെ LDF സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടും. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നാളെയായിരിക്കും പുറത്തിറക്കുക. BJPയും നാളെയായിരിക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക. A ക്ലാസ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയായിരിക്കും BJP ആദ്യം പ്രഖ്യാപിക്കുക. ഇന്നും നാളെയുമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വന്നാൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അംഗം കുറിക്കപ്പെടും. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ വൻ മോഷണം നടന്നതായി പരാതി. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിബായിയുടെ പരാതിയിൽ പേരൂർക്കട പോലീസ് കേസെടുത്തു. അമൂല്യ രക്തങ്ങൾ അടക്കമാണ് നഷ്ടമായിരിക്കുന്നത്. 2025 നവംബർ മാസത്തിൽ ബംഗളൂരുവിലേക്ക് പോകുന്നതിന് മുൻപ് അലമാര തുറന്നപ്പോഴാണ് ആഭരണങ്ങൾ അവിടെയില്ല എന്ന് മനസ്സിലായത്. അതിന് 10 ദിവസം മുൻപ് വരെ ആഭരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. കൊട്ടാരത്തിലുള്ളവർ തന്നെ ഉപയോഗിക്കാൻ എടുത്തതാകും എന്ന് കരുതി കുടുംബാംഗങ്ങൾക്കിടയിൽ കഴിഞ്ഞ മാസങ്ങളിൽ അന്വേഷണം നടത്തി. ഇല്ലെന്ന് മനസ്സിലായതോടെയാണ് മോഷണമാണെന്ന സംശയത്തിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണിത്. എന്നാൽ പരാതി സംബന്ധിച്ച പരസ്യ പ്രതികരണത്തിന് കുടുംബം ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.